ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യാൻ പഠിച്ചല്ലോ. ഇനി നമുക്ക് ചുരിദാർ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചുരിദാറിൻ്റെ നല്ല വശങ്ങൾ രണ്ടും കൂടി നമുക്ക് ഒന്നിച്ച് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇതുപോലെ വെച്ചിട്ട് ആ ബാക്ക് പാർട്ടിൻ്റെ ഭാഗം ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് വിട്ട് നമുക്ക് അത് സ്റ്റിച്ച് ചെയ്യാം. നമുക്കത് 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ 2 ഷോൾഡറും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ നടുക്കത്തെ ഭാഗത്ത്, ആ നടുക്കത്തെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ തയ്ച്ചു തുടങ്ങണം. ഫസ്റ്റ് പാർട്ടിൽ നിന്ന് തയ്ച്ചു തുടങ്ങരുത്, നടുക്കത്തെ ഭാഗത്തു നിന്ന് തയ്ച്ചു തുടങ്ങണം. എന്നിട്ട് നമുക്ക് ആ ഭാഗം തയ്ച്ച് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് ബാക്കി ഭാഗവും കൂടി പൂർത്തിയാക്കാം. വീഡിയോയുടെ ലെങ്ത്ത് കൂടി പോകുന്ന കരുതി കേട്ടോ ഞാൻ എത്ര സ്പീഡിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാനിവിടെ 2 സ്ലീവും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ. അപ്പോൾ നമുക്കിനി ബോഡി പാർട്ട് ജോയിൻ ചെയ്യാം. അതിന് നമുക്ക് അവിടെ ചെറുതായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം, രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട്. അപ്പോൾ തെറ്റിപ്പോകാതിരിക്കാനാണ് കേട്ടോ, അല്ലെങ്കിൽ മാറി പോകും. അപ്പോൾ നമുക്കവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ സ്ഥലത്തും പിൻ ചെയ്യാം. നമ്മുടെ ആം ഹോളിൻ്റെ അടുത്ത് ശ്രദ്ധിക്കണം, രണ്ടും കൂടി കയറി ഇറങ്ങി പോകരുത് കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഒന്നിച്ച് വെച്ചിട്ട് അവിടെ അങ്ങ് പിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ തയ്ച്ച് വന്നിട്ട് നമുക്ക് ആ ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ നിർത്തണം കേട്ടോ. തയ്യൽ നിർത്തിയിട്ട് ഒരു സ്റ്റിച്ചോടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിനകത്ത് എനിക്ക് അടയാളപ്പെടുത്തിയത് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അവിടെ ഹിപ്പിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് സ്റ്റിച്ച് നിർത്തണം. എന്നിട്ട് നമുക്കൊരു സ്റ്റിച്ചോടെ അതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ 2 ഭാഗത്തും അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മടക്കിയിട്ടിട്ട് അതിൻ്റെ ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് 44.5 എനിക്കിവിടെ വേണ്ടത്. അപ്പം
അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ചോടെ കൂട്ടി 45 നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് സ്ലിറ്റ് ഭാഗം തയ്ച്ചെടുക്കാം. ഇപ്പോൾ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മടക്കി തയ്ക്കുമ്പം നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുണി വലിഞ്ഞിട്ടത് ശരിയാവില്ല. അപ്പം അത് മറ്റേ ഹിപ്പിൻ്റെ ആ ഭാഗം പയ്യെ ഒന്ന് മടക്കി ഒരു 1/4 ഇഞ്ച് മടക്കി ഒന്നും കൂടി 1/4 ഇഞ്ച് മടക്കിയിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു 3-4 സ്ഥലത്ത് അത് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് തയ്ക്കാൻ എളുപ്പമുണ്ടാകും. അപ്പോൾ ഞാനതോടെ പിൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങോട്ട് താഴോട്ട് നമുക്കത് അതുപോലെ തന്നെ 1/4 ഇഞ്ച് മടക്കി ഒന്നും കൂടി 1/4 ഇഞ്ച് മടക്കണം. എന്നിട്ട് നമുക്കതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങളത് മടക്കിയിട്ട് തേച്ചെടുത്താലും മതി. ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. നമുക്ക് മടക്കിയ ഭാഗത്തോടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. അപ്പോൾ തയ്ക്കുമ്പോൾ തുണി ഞാൻ അധികം വലിച്ച് തയ്ക്കണ്ട. അതിൻ്റെ നൂലൊക്കെ പുറത്ത് കിടക്കണമെങ്കിൽ അതൊക്കെ ഇങ്ങനെ അകത്തേക്ക് തള്ളി വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തയ്ച്ച് ഹിപ്പിൻ്റെ അവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ സ്ലിറ്റ് മെനയായിട്ട് കിടക്കില്ല. അപ്പോൾ ഹിപ്പിൻ്റെ ആ ഭാഗം വന്നിട്ട് കുറച്ച് കയറ്റി നിർത്തുക. എന്നിട്ട് നീഡിലെടുക്കാതെ തന്നെ ഇപ്പുറത്തേക്ക് തിരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ മടക്കുക. എന്നിട്ട് ആ നീഡിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിൽ പിന്ന് കുത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്ന് കുത്തിയിട്ടാകുമ്പോൾ എളുപ്പമുണ്ടാകും, അല്ലെങ്കിൽ തേച്ചെടുത്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ എളുപ്പമുണ്ടാകും. അപ്പോൾ ഹിപ്പിൻ്റെ ആ ഭാഗം വരുമ്പോൾ നല്ലോണം തയ്ക്കാൻ പറ്റും തേച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. ഇനി നമുക്ക് മുഴുവൻ ഇതുപോലെ തയ്ച്ചെടുക്കാം. ഇനി നമുക്കതിൻ്റെ എൻഡിലൂടെ ഒന്നും കൂടി തയ്ച്ചു കൊടുക്കാം. അങ്ങനെ തയ്ച്ചതിൻ്റെ എഡ്ജിൽ വരുമ്പോൾ ശ്രദ്ധിച്ച് തയ്ക്കണം. രണ്ട് സൈഡും കൂടി ഒന്നിച്ച് വെച്ചിട്ട് നമ്മൾ ചുരിദാർ ഇടുമ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ വെച്ചിട്ട് പയ്യെ തിരിച്ചു കൊടുത്തിട്ട് തയ്ക്കാം. അപ്പോൾ അതിൻ്റെ നീഡിൽ മാറിപ്പോവരുത്. നീഡിൽ ആ തുണിയിൽ വെച്ച് തന്നെ നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് അത് തയ്ച്ചെടുക്കാം. അങ്ങനെ നമുക്ക് രണ്ട് സൈഡും തയ്ച്ചെടുക്കാം കേട്ടോ.
അപ്പോൾ രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് താഴെ ഭാഗം തയ്ക്കാം. താഴെ ഭാഗം ഇതുപോലെ തന്നെ നടുഭാഗത്ത് വെച്ചിട്ട് നമുക്ക് 4 ഇഞ്ച് വീതിയിൽ ഒരു മടക്ക്, പിന്നെ ഒന്നും കൂടി 4 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തയ്ച്ചെടുക്കാം. ഈ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാനിത് പറയുന്നത്, ഈ പിൻ ചെയ്ത് കൊടുക്കുന്നത് കാര്യം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് ഇറക്കം കൂടുതലും മറുഭാഗത്തും ഇറക്കം കുറഞ്ഞും ഒക്കെ ഇട്ടിരിക്കും. ഇനി നമുക്കത് മറിച്ചിട്ടിട്ട് അതിൻ്റെ എഡ്ജിലൂടെ ഒരു സ്റ്റിച്ചോടെ കൊടുക്കാം. ഇതുപോലെ നമുക്ക് അടുത്ത ഭാഗവും തയ്ച്ചെടുക്കാം. തയ്ച്ചു കൊടുത്ത ഭാഗം ഉണ്ടല്ലോ, സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭാഗം, അത് നമുക്ക് അഴിച്ച് കളയാം കേട്ടോ. നമ്മൾ ആ കാണി അകത്തിയിട്ടിട്ട് തയ്ച്ചില്ലേ, ആ ഭാഗം നമുക്കെല്ലാം ഒന്ന് വിടിയിച്ചെടുക്കാം. ഇനി നമുക്ക് പുറകിലൊരു ടക്ക് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ബാക്ക് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയായിരുന്നല്ലോ, വേസ്റ്റ് ഭാഗം അവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തൊരു വര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ നടുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ, അവിടെ നിന്ന് നമുക്കൊരു 3.5 ഇഞ്ചിൽ റൈറ്റിലേക്ക് 3.5 ഇഞ്ചിൽ ലെഫ്റ്റിലേക്ക് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിപ്പോൾ 42 ഇഞ്ച് ചെസ്റ്റ് സൈസ് ആയതുകൊണ്ടാട്ടോ അങ്ങനെ അടയാളപ്പെടുത്തുന്നത്. നമുക്ക് മേളിലേക്ക് 4 ഇഞ്ചും താഴത്തേക്ക് 4 ഇഞ്ചും, ഇപ്പോൾ ടോട്ടൽ 8 ഇഞ്ച് അതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ 3.5 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയ ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കാം. അപ്പുറത്തെ സൈഡും ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 4 ഇഞ്ച് നമ്മൾ നീളം അടയാളപ്പെടുത്തിയല്ലോ, അവിടെ 3.5 ഇഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് ആ നടുക്കത്തെ ഭാഗം വര വരച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ, അത് നമ്മുടെ ഇഷ്ടമാണ്, അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യാം. ആ മേളിലത്തെ ഭാഗത്തുനിന്നും താഴത്തെ ഭാഗത്തുനിന്നും അങ്ങോട്ട് ജോയിൻ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ തുണി മറ്റു തുണിയൊന്നും മാറിപ്പോവില്ല. പിൻ ചെയ്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് താഴത്തേക്ക് നടുഭാഗത്തേക്ക് വരുമ്പോഴത്തേനും നമ്മൾ വീതി കൂട്ടിയാണല്ലോ വരുന്നത്, 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം. അപ്പോൾ ആ ഭാഗത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തേക്കും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ട് സൈഡ് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചുരിദാറിന് നല്ല ഷേപ്പ് കിട്ടും. ടക്കിടാൻ ഇഷ്ടമില്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിനകത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണമല്ലോ, അത് നമുക്ക് ഹെമ്മിങ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അളവുകളൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കറക്റ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തേച്ച് മടക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.